പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യ ഈശോ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ ഈ വചനം കേൾക്കുന്ന, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം അനുഗ്രഹിക്കുക. ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങൾ കർത്താവ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കുക. വളരെ പ്രത്യേകമായിട്ട് ഞാനിന്ന് ചില കുഞ്ഞു മക്കളുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ചില കുഞ്ഞു മക്കളുടെ പിരിപിരിപ്പ്, ചില കുഞ്ഞു മക്കൾക്ക് പോലും പിശാചുബാധയുള്ള ഒരു കാലഘട്ടമാണ്. എൻ്റെ അടുത്തൊരു കുഞ്ഞിനെ മാതാപിതാക്കൾ കൊണ്ടുവന്നു. മാതാപിതാക്കളോട് ഞാൻ സംസാരിച്ചു. അവരുടെ വീട്ടിൽ അസാധാരണമായ ചില പ്രതിഭാസങ്ങൾ അവർ കണ്ടു. അവർ കുഞ്ഞിലുള്ള മാറ്റങ്ങൾ അവരെന്നോട് പറഞ്ഞു. വളരെ ചെറിയ കുഞ്ഞിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചത് കൊണ്ട് ഞാൻ അതത്ര കാര്യമായിട്ട് എടുത്തില്ല. പിന്നീട് ആ കുഞ്ഞിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ചെറിയ കുഞ്ഞുങ്ങളിൽ പോലും സാത്താൻ ആവസിക്കുകയും അവരുടെ ജീവിതത്തെയും കുടുംബത്തിൻ്റെ ആ താളത്തെയും തകർത്ത് കളയുന്ന രീതിയിൽ സാത്താൻ ഇടപെടുന്നതായിട്ട് ഞാൻ കണ്ടു. ആ കുടുംബത്തിനോട് ഞാൻ പറഞ്ഞു, ഒരേ ഒരു ഔഷധമാണുള്ളത്. അനുദിന കുർബാന, വിശുദ്ധ കുർബാന വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ സാത്താൻ വിട്ടുമാറും. ആ ഭവനത്തിൻ്റെ അകാരണ ഭയങ്ങൾ, ടെൻഷനുകൾ, ദുഃഖങ്ങൾ, കുഞ്ഞിൽ പെട്ടെന്ന് വന്ന മാറ്റങ്ങളും പ്രതിഭാസങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പെട്ടെന്നൊന്ന് ഓർത്ത് പറയാം. ഒരിക്കലും ഒരു പള്ളിയിൽ, ഇറ്റലിയിലാണ് ഞാനിങ്ങനെ ഒരു പള്ളിയിൽ ഒരു ആരാധന നടത്തിയ. വലിയൊരു ആരാധനയാണ്. എൻ്റെ അവിടുത്തെ കരിസ്മാറ്റിക് ടീം അംഗങ്ങളും ശുശ്രൂഷയ്ക്കുണ്ട്. അതിശക്തമായ പാട്ട് സ്തുതിപ്പുകളുമാണ്. ഞാൻ കുറച്ച് നേരം ഞാൻ കുമ്പസാരക്കൂട്ടി പോയിരുന്നു. അപ്പോഴൊരു ചെറിയ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാദ്രേ പെർക്കെച്ചി ദിസ്തൂർബി. എനിക്ക് വളരെ അസാധാരണമായിട്ട് തോന്നി. കാണാൻ ഭംഗിയുള്ള ഒരു കുഞ്ഞ്, ഒരു 2 വയസ്സ് പോലും ആകാത്തൊരു കുഞ്ഞ്. ആ കുഞ്ഞ് എൻ്റെ മുമ്പിൽ വന്നത് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് വരികയും അവൻ്റെ മുഖം വികൃതമാകുകയും സ്വരം അസാധാരണമായ രീതിയിൽ ഒരു ഷൗട്ട് ചെയ്തുകൊണ്ടുള്ള സ്വരമായിരുന്നു. അവനെ പറഞ്ഞു വിട്ട് നെറ്റിയിൽ കുരിശ് വരച്ച് വിട്ടു. ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ തേടിപ്പിടിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആ കുഞ്ഞ് വർത്തമാനം പറയാൻ പോലും തുടങ്ങിയിട്ടില്ല. അമ്മ അപ്പ എന്നൊക്കെ വിളിക്കാനേ തുടങ്ങിയിട്ടുള്ളൂ. അന്നൊരു കാര്യം എനിക്ക് മനസ്സിലായത്, ആ ഒരു ഇടവകയിൽ ആ ഒരു പുതിയ പള്ളി പണിതിട്ട് അതേവരെ അവരൊരു പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തിയിരുന്നില്ല. അന്ന് ആദ്യമായിട്ടാണ് പരിശുദ്ധ കുർബാനയുടെ ഒരു ആരാധന അവിടെ നടത്തുന്നത്. അതാണ് സാത്താൻ ആ കുഞ്ഞിലൂടെ സാത്താൻ്റെ ഇഷ്ടക്കേട് എനിക്ക് എൻ്റെ മുമ്പിൽ കാണിച്ചത്. ഇത് പ്രാർത്ഥിക്കുന്ന പല കുടുംബങ്ങളിലും, ദൈവസ്നേഹത്തിൽ വളരുന്ന പല കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ വരും. ഇത് ശരിക്കും ലക്ഷ്യം വെക്കുന്ന കുഞ്ഞിനെയല്ല, ആ കുടുംബത്തെയാണ്, ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥന അന്തരീക്ഷത്തെയാണ്. അവരെ ടെൻഷനാക്കാനാ, അവരെ ഭയപ്പെടുത്താനാ, അവരെ അസ്വസ്ഥരാക്കാനാ. എന്നാൽ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ച് പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ച് മനം തകരാതെ, മനസ്സ് തകരാതെ, അസ്വസ്ഥരാകാതെ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ആ സാത്താൻ വിട്ടുമാറും. കർത്താവിനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി വന്ന സാത്താൻ കർത്താവിനെ തകർക്കാൻ പറ്റില്ല. അവൻ്റെ മിഷനെ, അവൻ്റെ ദൗത്യത്തെ തകർക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ സാത്താൻ വിട്ടുപോയി. ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തെ, കൃപകളെ, പ്രാർത്ഥനാ ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ തകർക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ സാത്താൻ വിട്ടുമാറും. അപ്പം അത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന പല കുടുംബങ്ങൾക്ക്
ഇന്ന് ഡെലിവറൻസ് കിട്ടാൻ വേണ്ടി അച്ഛൻ ഈ പ്രാർത്ഥന ഉപയോഗിക്കാം. മൈറ്റി നെയിം ഓഫ് ജീസസ്. പല വീടുകളിലേക്ക് ആ പവർ അങ്ങോട്ട് കടന്നു ചെല്ലട്ടെ. ചില കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് പഠിക്കാതെയാകുന്നു. നന്നായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നവർ പെട്ടെന്ന് സ്കൂളിൽ പോകാതെയാകുന്നു. നല്ല ആരോഗ്യത്തോടുകൂടെയൊക്കെ നടന്ന കുഞ്ഞുങ്ങൾ പെട്ടെന്ന് രോഗികളാകുന്നു. വിട്ടുമാറാത്ത ചുമയും ജലദോഷവും തുമ്മലും. അത് പല മുതിർന്ന കുട്ടികൾക്ക് വരെയുണ്ട്. സ്കൂളിൽ കോളേജിൽ പോകാൻ പറ്റാതെ 2 ദിവസം പോയി കഴിഞ്ഞാൽ ആഴ്ചകളോളം കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇത് സാധാരണ കണ്ണുകൾ കൊണ്ട് മാതാപിതാക്കൾ നോക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് പല മാതാപിതാക്കളും പറയുകയാണ്, അച്ഛാ ഇതൊരു അസാധാരണ കാര്യമാണ്, ഇത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുള്ള പിശാചിൻ്റെ അറ്റാക്കാണ്, സാത്താൻ്റെ അറ്റാക്കാണ്, കൂടോത്തരങ്ങളുടെ അറ്റാക്കാണ്, ഇത് തിന്മയുടെ ആക്രമണമാണ്. ആ തിന്മകളെയാണ് ഇന്ന് തകർക്കുന്നത്. ആ സാത്താനെ ഇന്ന് ബന്ധിക്കുന്നത്. ആ തിന്മയുടെ ആധിപത്യങ്ങൾ ഇന്ന് ബന്ധിക്കപ്പെടട്ടെ. അങ്ങനെ മക്കളിലൂടെ കുടുംബങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന സാത്താൻ. ഒരു മകള് ഒരിക്കല് അവളെ ജഡ്ഡികമായ വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ് ബാധിച്ച് അവളുടെ കുടുംബം തകരത്തക്ക രീതിയിൽ മാനസിക രോഗിയായി പിശാച് ബാധിതയായി ഒരു മകൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. അന്ന് അവള് പൂർണ്ണമായ വിടുതൽ കിട്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ മകൾക്കും അവളുടെ കുടുംബത്തിനും വിടുതൽ കിട്ടി. പക്ഷെ അവൾക്ക് ലഭിച്ച കൃപ, അവൾക്ക് ലഭിച്ച സന്തോഷത്തിൽ അവള് ദൈവത്തിനെ ആശ്രയിച്ച് ജീവിച്ചില്ല. പകരം അവളുടെ കഴിവിൽ ആശ്രയിച്ച് അവള് സ്വന്തം കാലം നിൽക്കാനായിട്ട് ശ്രമിച്ച് മാതാപിതാക്കളോട് സഹോദരങ്ങളൊക്കെ നുണയൊക്കെ പറഞ്ഞ് പിശാചിന് അടിമപ്പെട്ടപ്പോൾ അവളിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട സാത്താൻ കൂടുതൽ കരുത്തോടെ ആ പെണ്ണിനെ ആക്രമിക്കുന്നത് ഞാൻ കണ്ടു. പിന്നീട് അവളെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ആർക്കും രക്ഷിക്കാനാവാത്ത വിധം സാത്താൻ അവളെ തകർത്തിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇനി ആകെ രക്ഷ യേശു മാത്രമേ ഉള്ളൂ. മനുഷ്യന് അവരെ രക്ഷിക്കാൻ സാധിക്കില്ല. കർത്താവേ എന്ന് വിളിച്ച് അവള് അവള് ഈശോയുടെ നേരെ വരണം. ഇതേപോലെ ഇങ്ങനെ നിരന്തരം ബന്ധനങ്ങളിലും തൊഴിൽ തടസ്സങ്ങളിലും കടബാധ്യതകളിലും അസ്വസ്ഥതകളിലും കൂടോത്രങ്ങളിലും ആഭിചാരങ്ങളിലും സർപ്പദോഷങ്ങളിലേക്ക് പെട്ട് തകർന്ന് നിരാശപ്പെട്ടിരിക്കുന്നവര് കർത്താവേന്ന് വിളിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്തേക്ക് വരണം. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല മക്കളെ. ഇന്നത്തെ സുവിശേഷ ഭാഗം തന്നെ വീണ്ടും മർക്കോസിന്റെ വചനമാണ് നമുക്ക് കിട്ടുന്നത്. വീണ്ടും 3-ാമത്തെ അധ്യായം 14-15. ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക, തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ആ അധികാരമാണ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഉപയോഗിക്കുന്നത്. ആ അധികാരമാണ് ലിയോ 14 പാപ്പ എൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പാപ്പയോട് ഞാൻ ചോദിച്ചത്, പാപ്പ പിശാചിനെ ബഹിഷ്കരിക്കാൻ എനിക്ക് അധികാരം തരണം. എൻ്റെ മെത്രാനോട് ഞാൻ ചോദിച്ചു, ഡെലിവറൻസിന്റെ ശുശ്രൂഷ ചെയ്യാൻ മെത്രാന് എന്നെ ആശീർവദിക്കണം. അപ്പൊ അതുകൊണ്ട് യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത അതേ അധികാരത്താല് ഡെലിവറൻസ് നടക്കട്ടെ. നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച മക്കളെ, വിളിച്ച പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, സൗഖ്യത്തിൻ്റെ ആത്മാവേ, വിടുതലിൻ്റെ ആത്മാവേ, ആ ദൈവാനുഗ്രഹത്തിൻ്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ജ്ഞാനത്തിൻ്റെ ആത്മാവേ, വിവേകത്തിൻ്റെ ആത്മാവേ, തിന്മയെ തകർക്കുന്ന ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, ഉദ്ധിതനായ യേശുവിൻ്റെ ആത്മാവേ, പെന്തക്കോസ്തയുടെ ആത്മാവേ, ആദിമ ക്രൈസ്തവ സഭയുടെ ആത്മാവേ, ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും
മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെയും ഗബ്രിയേലിൻ്റെയും റഫേലിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും എൻ്റെ മാമോദീസയിലൂടെയും എൻ്റെ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ച ആത്മീയ കൃപയിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ടും എല്ലാ തിന്മയുടെ ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവശങ്ങളെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തോ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥതകളോ തടസ്സപ്പെടുത്തലുകളോ തകർച്ചകളോ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്താൽ നിങ്ങളെ ശാസിക്കുന്നു, നിങ്ങളെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈ മക്കളുടെ ഭവനത്തിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും ഉച്ചാടനം ചെയ്യാൻ കർത്താവിൻ്റെ കുരിശിൻ്റെ പാദങ്ങളിലേക്ക് നിങ്ങളെ ആട്ടിപ്പായിക്കുന്നു. ഇനിമേൽ ഈ മക്കളുടെ ഭവനത്തിനോ മക്കളുടെ ജീവിതത്തിലോ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ കൽപ്പിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. ആമീൻ, ആമീൻ. പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുന്ന എല്ലാവരും ചൊവ്വാഴ്ച ദിവസം വരാനായിട്ട് ശ്രമിക്കുക. അടുത്ത ചൊവ്വാഴ്ച വരുമ്പോൾ മണ്ണ്, പറമ്പിൽ നിന്നുള്ള മണ്ണ് കൊണ്ടുവരിക. അച്ഛനത് എക്സോർസിസം ചെയ്ത് അത് കഴിയുമ്പോൾ നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി നിങ്ങളുടെ പറമ്പിൽ ഇടുമ്പോൾ വിശ്വസിക്കുക, പറമ്പിൻ്റെ ദോഷങ്ങളെല്ലാം വിട്ടുമാറും. ആമീൻ.